الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحمين يا مالك الملوك يا الله, ഞങ്ങളെ മജ്‌ലിസ് നീ കബൂലാക്കണേ റഹ്മാനേ. പരിശുദ്ധമായ റമളാൻ മാസത്തിന്റെ ബറക്കത്തുകൊണ്ട്, ഈ പള്ളിയുടെ ബറക്കത്തുകൊണ്ട് നമ്മുടെ ദുനിയാവും ആഖിറവും നീ സലാമത്താക്കണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമളാൻ മാസത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് നമുക്ക് തുടങ്ങിയത്. ഇന്നലെ വിത്ർ നിസ്കാരത്തിന് ഖുനൂത്ത് തുടങ്ങിക്കഴിഞ്ഞു. ഇനിയുള്ള സമയങ്ങളെല്ലാം ധാരാളം അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിന് ചോദിക്കേണ്ട, അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, ഇതുപോലെയുള്ള ദുആ നടത്തേണ്ട സമയങ്ങളാണ്. അള്ളാഹു നമുക്കെല്ലാം പുറത്തു തരുമാറാകട്ടെ. ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞു, സാബിഖീങ്ങളായ ആ ഉത്തമ വിഭാഗ ജനങ്ങൾ സ്വർഗത്തിലെത്തിയാൽ ഒരു അനാവശ്യമോ ഒന്നും അവിടെ കേൾക്കുകയില്ല. അവിടെ അവർ കേൾക്കുന്നത് അള്ളാഹുവിന്റെ സലാം, അസ്സലാമു അലൈക്കും എന്നുള്ള സലാമുകളാണ് അവിടെ കേൾക്കുന്നത്. അങ്ങനെ സലാമിനെ കുറിച്ച് ഒരുപാട് വിഷയങ്ങൾ ഇന്നലെ പറഞ്ഞു. അതേപോലെ സ്വർഗത്തിലുള്ള ആളുകൾ അവർ പരസ്പരം കാണുകയും സ്വർഗത്തിൽ വെച്ച് സലാം പറയുകയും ചെയ്യും. അതേപോലെ സ്വർഗത്തിലുള്ള ആളുടെ അർവാഹുകൾ ദുനിയാവിലുള്ള ആളുമാർക്ക് സലാം പറയാൻ വേണ്ടി സലാമു ചൊല്ലും എന്നുള്ള ഒരു ചരിത്രമാണ് തുടങ്ങി വെച്ചത്. അതായത് ഒരു മഹാൻ പറഞ്ഞു, എൻ്റെ മോൻ ഒരു യുദ്ധത്തിൽ ഷഹീദായി പോയി. അള്ളാഹുവിന്റെ മാർഗത്തിൽ പട ചെയ്ത് അദ്ദേഹം, എൻ്റെ മോന് ഷഹീദായി പോയി. ഫലം അറഹു ഫിൽ മനാമി ഇല്ലാ ലൈലത്തൻ തുവഫിയ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ആ മോനെ ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടേ ഇല്ല. ഇസ്ലാമിന്റെ 7ാമത്തെ ഖലീഫയാണ് എന്നറിയപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മഹാനവർകൾ വഫാത്തായ ദിവസം എൻ്റെ മോനെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. കണ്ടപ്പോ ഫഖുൽതു, ഞാൻ ചോദിച്ചു, യാ ബുനയ്യ, ഓ എൻ്റെ കുഞ്ഞുമോനെ, അലം തകുൻ മൈത, നീ മരണപ്പെട്ടു പോയിട്ടില്ലേ? നീ മരിച്ചിട്ട് ഷഹീദായിട്ട് പോയ ആളല്ലേ? ഫഖാല, അപ്പോൾ മോൻ പറഞ്ഞു, ലാ വലാകിന്നി, വാപ്പാ ഞാൻ മരിച്ചിട്ടില്ല. ഞാൻ ഇസ്ലാമിന്റെ ഇത് ത്യാഗം ചെയ്ത് ജിഹാദ് ചെയ്ത് യുദ്ധം ചെയ്ത് ഷഹീദായവനാണ്. വന അഹയ്യുൻ ഇൻദല്ലാഹി, ഞാൻ അല്ലാഹുവിനടുത്ത് ജീവിച്ചിരിപ്പുണ്ട്. അതല്ലേ ശ്രോതാക്കളെ കുറിച്ച് പറഞ്ഞത്. വലാ തഹ്സബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംവാതാ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അല്ലാഹുവിന്റെ വഴിയിൽ യുദ്ധം ചെയ്ത് ഷഹീദായവരെ കുറിച്ച് നിങ്ങൾ മരിച്ചവരാണെന്ന് വിചാരിക്കണ്ട. ബൽ അഹ്യാഉൻ, അവർ ജീവിച്ചിരിപ്പുള്ളവരാണ്. അവർക്ക് അല്ലാഹുവിനടുക്കൽ റിസ്ക് നൽകപ്പെടുന്നു. അതേ വാക്കാണ് ഈ മോൻ പറയുന്നത്, ബാപ്പാ ഞാൻ ഷഹീദായി പോയതാണ്. വഅന ഹയ്യുൻ ഇൻദല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ അടുക്കൽ ജീവിച്ചിരിപ്പുണ്ട്. എനിക്ക് അല്ലാഹു തആല റിസ്ക് നൽകുന്നുണ്ട്. എനിക്ക് അല്ലാഹു തആല ആത്മീയമായ സ്വർഗത്തിന്റെ ഭക്ഷണം എനിക്ക് നൽകുന്നുണ്ട്. ഈ മഹാൻ പറയുന്ന മോനോട് ചോദിച്ചു, ഇപ്പൊ എന്തേ നീ വരാനുള്ള കാരണം? ഇപ്പൊ ഇവിടെ നീ വരാനുള്ള കാരണം എന്താണ്? അപ്പോഴാണ് ആ മോന് പറയുന്നത്, നൂദിയ ഫീ അഹ്ലി സമായി അലാ ലാ യബ്ഖാ നബിയുൻ വലാ സിദ്ദീഖുൻ വലാ ഷഹീദുൻ ഇല്ലാ വയഹ്ദുറു സ്വലാത്ത അലാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. സ്വർഗലോകത്ത് ബാണലോകത്ത് അള്ളാഹുവിന്റെ ഭാഗത്ത് ഒരു പ്രഖ്യാപനം, അള്ളാഹുവിന്റെ ഭാഗത്ത് അതാ ഒരു വിളിച്ചു പറയുന്ന ആള് വിളിച്ചു പറഞ്ഞു, അതാ അറിയണം, ലാ യബ്ഖാ നബിയുൻ, ഒരു നബിയും ബാക്കിയായി പോകരുത്. വലാ സിദ്ദീഖുൻ, ഒരു സിദ്ദീഖും ഇവിടെ ബാക്കിയായി പോകരുത്. വലാ ഷഹീദുൻ, ഒരു യുദ്ധം ചെയ്തിട്ട് ഷഹീദായി പോയ ഒരാളും ബാക്കിയാവരുത്. ഇല്ലാ വയഹ്ദുറു സ്വലാത്ത അലാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, ഇസ്ലാമിന്റെ അതാ ഭരണാധികാരിയാകുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടിട്ടുണ്ട്.
അയാളെ ജനാദ നിസ്കരിക്കാൻ വേണ്ടി എല്ലാ നബിമാരും എല്ലാ സിദ്ദീഖീങ്ങളും എല്ലാ ശുഹദാക്കളും ഹാജരാവണം. പരലോകത്ത് അല്ലാഹുവിന്റെ ഭാഗത്തൊരു വിളിയാണ്. എല്ലാ നബിമാർ നിസ്കാരത്തിന് ഹാജരാവണം, എല്ലാ സിദ്ദീഖീങ്ങളും അവിടെ എത്തണം, എല്ലാ ശുഹദാക്കളും എത്തണം, ഒരാളും ബാക്കിയായി പോകരുത്. അതുകൊണ്ട് ഞാനിതാ വന്നത് ആ നിസ്കാരത്തിലേക്ക് ഹാജരാകാൻ വേണ്ടിയിട്ടാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ നിസ്കാരം ജനാദ നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത് നിങ്ങൾ അടുത്തേക്ക് വന്നത് യുസല്ലിമ അലൈക്കും, നിങ്ങൾക്കൊരു സലാം പറയാൻ വേണ്ടിയിട്ടാണ്. അതാണ് മോനെ പറഞ്ഞത്. അപ്പോ സ്വർഗത്തിൽ പരസ്പരം മുഅ്മിനീങ്ങൾ കാണും, സലാം പറയുമെന്ന് ഖുർആൻ പറഞ്ഞു. അതിന്റെ ആ തഫ്സീറിൽ മഹാനായ അതിന്റെ മുഫസ്സിരീങ്ങൾ പറയുന്നു, അതാ സ്വർഗലോകത്തിൽ കടന്ന അർവാഹുകൾ ഞങ്ങളെ കാണും, ഞങ്ങൾക്ക് വേണ്ടി സലാം പറയും. അപ്പോ പരസ്പരം സ്നേഹബന്ധം ഉണ്ടാകാൻ യഥാർത്ഥ ഒരു മുഅ്മിനായ മനുഷ്യൻ യഥാർത്ഥ വിശ്വാസിയാകണമെങ്കിൽ പരസ്പരം കാണുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന സലാം പറയണം. അത് മുഅ്മിനായ മനുഷ്യന്റെ ഈമാൻ ഉറക്കാനുള്ള ഒരു കാരണമാണ്. ഇതാണ് സാബിഖീങ്ങളെ കുറിച്ച് ഇത്രയും പറഞ്ഞത്. ഈ സാബിഖീങ്ങളെ കുറിച്ച് ഒരുപാട് ചരിത്രം നാം പറഞ്ഞു. ഞങ്ങളും സാബിഖീങ്ങളാവണം, അല്ലെങ്കിൽ ആ സാബിഖീങ്ങളെ കൂട്ടത്തിൽ ഞങ്ങളും പെട്ടുപോകണം. അല്ലാഹുവേ, ആ സാബിഖീങ്ങളിൽ സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനേ. ചെറിയൊരു ഹദീസ് പറഞ്ഞ് സാബിഖീങ്ങളെ കുറിച്ചിട്ടുള്ള ആ ചർച്ചകൾ ഇന്ന് അവസാനിപ്പിക്കും. ഇനി നാളെ മുതൽ അസ്ഹാബുൽ യമീന്റെ ചരിത്രമാണ്. എന്താണ് ഹദീസ്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജലസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഅ അസ്ഹാബിഹി, ഒരു ദിവസം ഹബീബായ മുത്തുനബി സ്വഹാബാക്കളെ കൂടെ ഇരുന്നു. ആ സ്വഹാബാക്കളെ കൂട്ടത്തിൽ സാബിഖീങ്ങൾ ലിസ്റ്റിൽപ്പെട്ട വലിയ വലിയ മഹാന്മാരുണ്ട്. അതാ ഹബീബായ മുത്തുനബി സഅലഹും മുബ്തദിയൻ ബി അബീ ബക്കർ സിദ്ദീഖ്, ഒന്നാമതായിട്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് മുത്തുനബി ചോദിച്ചു. ഒരുപാട് സ്വഹാബാക്കളുണ്ട്. ആ സ്വഹാബാക്കളെ കൂടെ മുത്തുനബി രക്ഷിട്ടുണ്ട്, ഇരുന്നിട്ടുണ്ട്. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദ്യം, മാദാ തുഹിബ്ബു മിനദ് ദുനിയ, അബൂബക്കർ സിദ്ദീഖ്, ദുനിയാവിൽ നിനക്ക് എന്താണ് ഇഷ്ടമുള്ളത്? നിനക്ക് ദുനിയാവിൽ എന്താണ് നീ ഇഷ്ടപ്പെടുന്നത്? ദുനിയാവിന്റെ കാര്യങ്ങൾ വെച്ചിട്ട് ഏറ്റവും നിനക്ക് ഇഷ്ടമുള്ള എന്തായിട്ടുണ്ട്? ഫഖാല അബൂബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഹിബ്ബു മിനദ് ദുനിയ സലാസൻ, എല്ലാവരും റളിയല്ലാഹു അൻഹു പറയാം, അവരെ കൂടെ ഞങ്ങൾക്ക് സ്വർഗത്തിലെത്തും. അതിന്റെ ബറക്കത്തിന് വേണ്ടിയിട്ടാണ് ഈ ഹദീസ് പറഞ്ഞത്. ഒരു നഷ്ടവും നിങ്ങൾക്ക് ഉണ്ടാവില്ല. ദുനിയാവിൽ ഈ ഹദീസിന്റെ ബറക്കത്ത് കിട്ടും, നാളെ ആഖിറത്തിലെത്തിയാൽ നമുക്ക് കിട്ടും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തങ്ങളോട് മുത്തുനബി ചോദിച്ചു, മാദാ തുഹിബ്ബു മിനദ് ദുനിയ, എന്താണ് നിങ്ങൾ ദുനിയാവിൽ വെച്ച് ഇഷ്ടപ്പെടുന്നത്? ഫഖാല അബൂബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ഉഹിബ്ബു മിനദ് ദുനിയ സലാസൻ, മൂന്ന് കാര്യത്തെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അൽ ജുലൂസു ബൈന യദൈക, ഹബീബായ മുത്തുനബിയെ എപ്പോഴും നിങ്ങളെ എതിർലി എനിക്ക് ദയിക്കരുത്, ഭാര്യ ഇഷ്ടമായിട്ട്, നിങ്ങളെ എതിർ ദയിക്കരുത്, അതിനൊക്കെ വല്ലാത്ത ഇഷ്ടമായിട്ട്. വന്നളുറു ഇലൈക, നിങ്ങളെ ആ ശറഫാക്കപ്പെട്ട മുഖം നയിക്കോട്ട് വേണോ. ഒന്നാമത്തത് നിങ്ങളെ എതിർലി ദയിക്കണോ. രണ്ടാമത്തത് ദച്ചിട്ട് നിങ്ങൾ ആ ശറഫാക്കപ്പെട്ട മുഖം നോക്കണോ. മൂന്നാമത്തത് അല്ലാഹു തആല തന്ന സമ്പത്ത് അതെല്ലാം നിങ്ങൾക്ക് വേണ്ടി ചെലവാക്കണോ. അല്ലാഹുവിന്റെ ആ സദഖയെ കുറിച്ച് പറയണമെന്നില്ല, വലിയ ചരിത്രമുണ്ട്. നിനക്ക് തന്ന സമ്പത്ത് മുഴുവനും നിനക്ക് വേണ്ടുന്നാക്കണം, ചെലവാക്കണമെങ്കിൽ അള്ളാഹുവിന്റെ ദീനിക്ക് വേണ്ടിട്ട് ചെലവാക്കണോ, അതൊക്കെ വല്ലാത്ത ഇഷ്ടമാണ്. ഉമർ റളിയല്ലാഹു അൻഹു, രണ്ടാമത് ഉമർ റളിയല്ലാഹു അൻഹു കേൾക്കട്, നിക്ക് എന്ത് ഉമറെ ഇഷ്ടം? ഖാല ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉഹിബ്ബു സലാസ, ദുനിയാവിൽ വെച്ച് മൂന്ന് കാര്യം എനിക്ക് ഇഷ്ടമുണ്ട്. എന്തിനതുകൊണ്ടുണ്ട? അംറും ബിൽ മഅറൂഫ് വലൗ കാന സിർറൻ, നക്ക് നല്ലത് കൽപ്പിക്കണോ,
അംറും ബിൽ മഅറൂഫ്, നൽകാര്യം നല്ല വിഷയം പ്രബോധനം ചെയ്യണു, എന്നൊക്കെ ചൊന്നു കൊടുക്കണു, നല്ല കാര്യം ചൊന്നു കൊടുക്കണൊക്കെ ഇഷ്ടായിട്ടിരിക്കുന്നത്. അത് ഗുട്ടായിട്ടായെങ്കിലോ രഹസ്യമായിട്ടായെങ്കിലും എന്തെങ്കിലും തപ്പ് കണ്ടെങ്കിൽ നൽകാര്യം എനിക്ക് എന്താക്കണം, അംറും ബിൽ മഅറൂഫ്, അല്ലാഹു തആല കൽപ്പിച്ചത് അതിനൊക്കെ എന്താക്കുന്നു, പ്രബോധനം ചെയ്യുന്നു, അതിനൊക്കെയായിട്ട് ഇഷ്ടം. വനഹ്യുൻ അനിൽ മുൻകർ, രണ്ടാമത് ആരെങ്കിലും അള്ളാഹ് പൊരുത്തപ്പെടാത്ത കാര്യം ആക്കുന്നത് കണ്ടെങ്കിൽ അതെന്താക്കണു, അതിനെ തിരുത്തിട്ട് കൊടുക്കണു, അത് സമല്ല ആക്കരുത്, അതെന്താക്കണു, നക്ക് ചൊന്നു കൊടുക്കണു. വലോ ജഹ്റൻ, അത് രഹസ്യമായിട്ടാണ്, പരസ്യമായിട്ടാണെങ്കിലും ശരി, പബ്ലിക് ആയിട്ടാണെങ്കിലും എന്തെങ്കിലും വേണ്ടാത്ത കാണുമ്പോൾ അതിനൊക്കെ ആക്കി കൊടുക്കണു, അതിനൊക്കെ ഒരു ഇഷ്ടമായിട്ടിരിക്കുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചൊന്നു. മൂന്നാമത്തെ ഖൗലുൽ ഹഖ് വലൗ കാന മുറ, ഹഖ് ചൊല്ലണു, സത്യം ചൊല്ലണു. ആരെ മുൻപിലും പേടിച്ചിട്ട് നിൽക്കുന്ന വിഷയമല്ല. എത്ര വലിയ തപ്പാക്കെങ്കിലും ആ തപ്പു സത്യം ഹക്കിനൊക്കെ ചൊന്നു കൊടുക്കണു. വലൗ കാന മുറ, അത് കൈപ്പയാണെങ്കിലും ചിലപ്പോ ചൊന്നു കൊടുത്തെങ്കിൽ അവന് ഇഷ്ടാവല, അവൻ ഇഷ്ടപ്പെടല, എന്നെങ്കിലും ഹക്ക് പോലെ പറയണം. അല്ലേ? ഉമർ റളിയല്ലാഹു നീതിമാനായ ഭരണാധികാരിയാണ്. ഉമർ റളിയല്ലാഹു എവിടെയുണ്ടോ അവിടെ നീതിയുണ്ട്. അത്രയും വലിയ ഭരണാധികാരിയാണ്. ഉസ്മാൻ റളിയല്ലാഹുവിനോട് മുത്തുനബി ചോദിച്ചു, യാ ഉസ്മാൻ, നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമുള്ളത്? അല ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉഹിബ്ബു സലാസ, ദുനിയാവിൽ വെച്ച് എനിക്ക് 3 കാര്യം ഇഷ്ടമുണ്ട് നബിയെ. അതാ ദാഹിച്ചിട്ട് വിശന്നിട്ടിരിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കണം. ആരാണോ ഇവിടെ പയിച്ചിരിക്കുന്നത്, ആരാണോ പറ്റിയിരിക്കുന്നത്, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് മുത്തുനബിയെ. എനിക്ക് പല മുസ്ലിമീങ്ങളെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും എന്നുള്ള സലാം പറയണം, അതാണ് എനിക്ക് രണ്ടാമത്തെ കാര്യം. വസ്സലാത്തു ബില്ലൈലി വന്നാസു നിയാം, പാതിരാത്രി എല്ലാവരും കടന്നുറങ്ങുന്ന സമയത്ത് യജമാനാകുന്ന റബ്ബിനിക്ക് നിസ്കരിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ് നബിയേ. ഇത് ഏതെങ്കിലും ലീസ്റ്റ് ഞങ്ങൾ പെടണം. എല്ലാം സാബിത്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ചെയ്ത അമലാണ്. അതാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കണം, എനിക്ക് സലാം പറയണം, അതേപോലെ ജനങ്ങൾ കടന്നുറങ്ങുന്ന സമയത്ത് എനിക്ക് നിസ്കരിക്കണം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു സദഖയെ കുറിച്ച് പറഞ്ഞാൽ എത്ര പറയാനുണ്ട്. ഇന്നും മദീനത്ത് വലിയ ബിൽഡിംഗ് ഉണ്ട്, അതിന്റെ വാടക വരുന്നുണ്ട്. ആരുടെ പേരിലാണ്? ഇസ്ലാമിന്റെ 3ാമത്തെ ഖലീഫ അമീറുൽ മുഅ്മിനീൻ വസ്വാഹിബു ഹാദൽ ഇമാറ അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ വലിയ ബിൽഡിംഗ് ഇന്നും ഉണ്ട്. അത് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ മേലുള്ള വഖഫാണ്. അയാളെ അന്ന് സ്വതക്ക ചെയ്ത തോട്ടത്തിൽ കിട്ടിയ ലാഭങ്ങൾ ഉണ്ടാക്കിയിട്ട് പിന്നെ ബിൽഡിംഗ് എടുത്തു. ഇന്നും ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ പേരിലാണ് അവിടുത്തെ കറണ്ടിന്റെ ബില്ല്. ആ ബിൽഡിങ്ങിന്റെ പേരും ഉസ്മാൻ ഇബ്നു അഫ്ഫാനാണ്. എത്ര വലിയ ധർമ്മിഷ്ഠനാണ്. 4ാമത് അലി ഇബ്നു അബീ ത്വാലിബിനോട് മുത്തുനബി ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ്? അപ്പോൾ പറഞ്ഞു, ഇക്റാമുൽ ളൈഫി, വിരുന്നുകാരെ ആദരിക്കലേ. വീട്ടിലേക്ക് വന്ന വിരുന്നുകാരെ, അതിഥിയെ ആദരിക്കണോ, അവരെ ബഹുമാനിക്കണോ. വസ്സൗമു ബിസ്സൈഫ്, നല്ല ചൂടുകാലത്ത് എനിക്ക് നോമ്പ് നോക്കലേ, അതും ഇഷ്ടമാണ്. അതേപോലെ ഉളറുബുൽ അദ്ബി ബിസ്സൈഫി, ഇടയ്ക്കിടയ്ക്ക് ഇസ്ലാമിന് വേണ്ടി പടപൊരുതാനും എനിക്ക് ഇഷ്ടമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇസ്ലാമിന് വേണ്ടി ത്യാഗം ചെയ്യണം, ജിഹാദ് ചെയ്യണം, യുദ്ധം ചെയ്യണം, അതും എനിക്ക് ഇഷ്ടമാണ്. പിന്നീട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ദർ ഗിഫാറിനോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം? അബൂ ദർ ഗിഫാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഹിബ്ബുൽ ജൂആ, എനിക്ക് വിശന്നിരിക്കലാണ് ഇഷ്ടം നബിയേ. വയറ് ഫുള്ളാക്കിടുന്നതല്ല, എനിക്ക് പൈച്ചിട്ട് ദഹിക്കുന്നതായിട്ട് ഇഷ്ടം. എന്റെ ഖൽബൊന്ന് എന്താവണം,
എന്റെ കൽബ് അബൂദർ ഗിഫാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ ജൂഉ എനിക്ക് വിശപ്പാണ്. രണ്ടാമത് വൽ മർളു രോഗമാണ്, എനിക്ക് ആരോഗ്യമല്ല ഇഷ്ടം, എനിക്ക് രോഗിയായിട്ടാണ് രോഗിയാകുന്നതാണ് എനിക്കിഷ്ടം. അതേപോലെ മൂന്നാമത്ത് പറഞ്ഞു വൽ മൗതു എനിക്ക് മരണമാണ് ഇഷ്ടം. ഒന്ന് വിശപ്പാണ്, വൽ മർളു രോഗമാണ്, മൂന്നാമത്തത് മരണമാണ് എനിക്കിഷ്ടം, മരിക്കലാണ് എനിക്കിഷ്ടം. അപ്പ മുത്തുനബി ചോദിച്ചു, എന്തേ ഈ മൂന്ന് കാര്യം നീ ഏറ്റെടുത്തത്? ആർക്കും ഇഷ്ടമില്ലാത്തതാണ് വിശന്നിരിക്കുന്നത്, രോഗിയാകുന്നത്, മരിക്കുന്നത്. അപ്പോഴാണ് അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഉഹിബ്ബുൽ ജൂഅ പൈച്ചിരിക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടത്. പൈച്ചിരിക്കുമ്പോൾ എന്റെ ഖൽബെന്താകും? മയമാകും, എന്റെ കൽബെന്നാകും സ്മൂത്താകും. ആ കൽബിൽ അല്ലാഹുവിന്റെ ഓർമ്മ എനിക്ക് വരും. മുഹിബ്ബുൽ മർള രോഗത്തെ ഞാൻ ഇഷ്ടപ്പെട്ടത്. അതാ രോഗമാകുമ്പോൾ എന്റെ ഭാഗത്ത് തപ്പു സ്വറബർല, എന്റെ ഭാഗത്ത് തെറ്റ് വരൂല, കുറ്റമുണ്ടാകൂല, അത് കുറഞ്ഞു പോകും. അതുകൊണ്ടാണ് രോഗത്തെ ഞാൻ ഇഷ്ടപ്പെട്ടത്. മുഹിബ്ബുൽ മൗത ഞാൻ മരണത്തെ ഇഷ്ടപ്പെടാനുള്ള കാരണം, മരിച്ചാൽ എന്റെ റബ്ബിനെ കാണാമല്ലോ, മരിച്ചെങ്കിലല്ലേ എന്റെ റബ്ബിനെ കാണാനുള്ള ചാൻസ്. അതുകൊണ്ട് ഞാൻ മരണത്തെ ഇഷ്ടപ്പെട്ടു. അപ്പോഴാണ് മുത്തുനബി പറഞ്ഞത്, ഫഖാലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുബ്ബിബ ഇലയ്യ മിനദ് ദുനിയാകും സലാസ് ഈ ദുനിയാവിൽ നിന്ന് ഞാനും മൂന്ന് കാര്യം ഇഷ്ടപ്പെടുന്നു. ഏതാണ്? സെന്റിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു. അതെ, സെന്റിന് വേണ്ടി എത്രയോ ലക്ഷങ്ങൾ ചെലവാക്കുന്നവരുണ്ട്, നല്ല നല്ല സെന്റ് ഇടുന്നവരുണ്ട്. അതിന് ഇഷ്ടമല്ല. ഇത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടപ്പെട്ടതാണ്. ഏതൊരു കാര്യം കൊടുത്തെങ്കിൽ വേണ്ടാന്ന് പറയാം. സെന്റ് ഒരാൾ ഹദിയ കൊടുത്താൽ വേണ്ടാന്ന് പറയാൻ പാടില്ല, ചോദിക്കാനും പാടില്ല. ഒരാൾ ഹദിയ തന്നാൽ അത് വേണ്ടാന്ന് പറയാൻ പാടില്ല, സ്വീകരിക്കണം. അതാണ് മുത്തുനബി പറഞ്ഞത്. രണ്ടാമത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒന്നാമത് തിബാൻ ഞാൻ ഇഷ്ടം വെക്കുന്നത്, രണ്ടാമത് സ്ത്രീകളെ ഞാൻ ഇഷ്ടം വെക്കുന്നത്. അപ്പോ സംശയമുണ്ടാകും, അല്ലാഹുവിന്റെ റസൂൽ പെണ്ണുങ്ങളെ ഇഷ്ടം വെക്കുന്നെന്ന് പറഞ്ഞപ്പോൾ ഈ ഹദീസിലേക്ക് പല വ്യാഖ്യാനങ്ങളും തഫ്സീറുകളും പറഞ്ഞു. അങ്ങനെ അല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ജീവനോടെ പെൺമക്കളെ കുഴിച്ചുമൂടുന്ന കാലമായിരുന്നു. പെണ്ണുങ്ങൾ എന്ന് പറയുമ്പോൾ കീഴായിട്ട് കണ്ടോടുന്ന കാലമായിരുന്നു. ഒരു പെണ്ണ് കിടാവിൽ ജനിച്ചാൽ ആ പെണ്ണിന് ഗുളിയെടുത്തിട്ട് പൂത്തുന്ന കാലമായിരുന്നു. അപ്പോഴാണ് മുത്തുനബി പറഞ്ഞത്, ഞാനിതാ പെണ്ണുങ്ങളെ ഇഷ്ടം വെക്കുന്നു എന്നല്ലാതെ ലൈംഗിക ബന്ധത്തിന് ഇഷ്ടം വെക്കുന്നു എന്നല്ല. അതേപോലെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, രണ്ടാമത് ഖുർറത്തു ഐനി ഫിസ്സലാ എന്റെ കണ്ണ് നിസ്കാരത്തിലാണ്, എന്റെ കണ്ണ് കുളിർമയാകുന്നത്. എപ്പോഴും എനിക്ക് നിസ്കാരത്തിൽ ഇരിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ, അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നത്, നബിയെ അവരോട് പറയണം, അന ഉഹിബ്ബു മിൻ ദുനിയാകും സലാസ ഈ ദുനിയാവിട്ട് മൂന്ന് കാര്യം ഞാനും ഇഷ്ടം വെക്കുന്നു. ഒന്ന് തബ്ലീഗു റിസാല ഈ തബ്ലീഗ് ഇസ്ലാമിന്റെ ഈ ദൗത്യം, അല്ലാഹുവിന്റെ ദീന് എത്തിച്ചു തരുന്ന എനിക്ക് ഇഷ്ടമാണ്. വഅദാഉൽ അമാനത്തി എന്നിൽ ഏൽപ്പിച്ച അമാനത്ത്, ഉത്തരവാദിത്വം, അത് വീട്ടുന്നു എനിക്ക് ഇഷ്ടമാണ്. വഹുബ്ബുൽ മസാകീൻ മിസ്കീന്മാരോടാണ് എനിക്ക് മൂന്നാമത്തെ ഇഷ്ടം. ജിബ്രീൽ ഇസ്ലാം ആകാശത്തിലേക്ക് കയറി. രണ്ടാമതും ജിബ്രീൽ ഇസ്ലാം മുത്തുനബിയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, അതാ അല്ലാഹു തആല ഈ സ്വഹാബാക്കളാകുന്ന എല്ലാവർക്കും സലാം പറഞ്ഞിട്ടുണ്ട്. വയഖൂലു അല്ലാഹു തആല പറയുന്നു, ഇന്നി വഹിബ്ബു മിൻ ദുനിയാകും സലാസ മൂന്ന് കാര്യം അല്ലാഹു ഇഷ്ടം വെക്കുന്നു. ഏതാണ്? ലിസാനം ദാക്കിറ ദിക്ർ പറയുന്ന നാവ്. ആരെ നാവാണോ ദിക്റും ഖുർആനും സലാത്തും ഉള്ളത്, ആ നാവിന് അല്ലാഹു ഇഷ്ടം വെക്കുന്നു. വഖൽബൻ ഖാശിഅ ഭയഭക്തിയുള്ള ഹൃദയത്തെ അല്ലാഹു ഇഷ്ടം വെക്കുന്നു. വജസദൻ അലൽ ബലാഇ സ്വാബിറ ബലാൽ വരുമ്പോൾ, ബുദ്ധിമുട്ട് വരുമ്പോൾ ക്ഷമിച്ചു നിൽക്കുന്ന ആ ശരീരത്തെ, ആ ആളെയും അല്ലാഹു ഇഷ്ടം വെക്കുന്നു. അപ്പോ എപ്പോഴും ദിക്റും സ്വലാത്തിലായിട്ട് നാം കഴിയണം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ.
അൽഹംദുലില്ലാഹ് സാബിഖീങ്ങൾക്കുള്ള ചെറിയൊരു നിലക്ക് നമുക്ക് ചർച്ച ചെയ്യാൻ കഴിഞ്ഞു. നാളെ അസ്ഹാബുൽ യമീനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അർഹമുർ റഹീമായ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അർഹമുർ റഹീമായ അല്ലാഹ് ഞങ്ങളെ വക്കൽ നീ ഖബൂലാക്കണം റഹ്മാനെ. ആ സാബിഖീങ്ങളെ ഖാദിമായിട്ടെങ്കിലും സ്വർഗത്തിൽ ഞങ്ങൾ എല്ലാവരും എത്തിപ്പിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ അഫൂ ചെയ്യണേ റഹ്മാനെ. നിന്റെ ഹബീബായ മുത്തുനബിന്റെ ഹദീസ് ഇവിടെ പാരായണം ചെയ്തിട്ടുണ്ട് അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. ആ ഹദീസിന്റെ ബറക്കത്ത് കൊണ്ടെങ്കിലും ഞങ്ങളെയും ഞങ്ങളുടെ ഉമ്മ പാപ്പ നമുക്ക് ഇൽമു പഠിപ്പിച്ച ഉസ്താദുമാർ സാദാത്യങ്ങൾ ആ ഇൽമു പഠിക്കുന്ന കാലത്തും ഇപ്പോഴും നമ്മെ സഹായിച്ച സഹകരിച്ച ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളുണ്ട്. എല്ലാവരെയും സ്വർഗത്തിന്റെ ഹൃകാരപ്പെടുത്തണം അല്ലാഹ്. നരകത്തിന്റെ അദാബിൽ നിന്ന് ഞങ്ങൾ നീ കാക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് മരിച്ചു പോയവരെ ഖബർ ജീവിതം സ്വർഗമാക്കണേ അല്ലാഹ്. വസല്ലല്ലാഹു തആല